പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ. സ്നേഹവാനായ നല്ല ദൈവമേ, അങ്ങയുടെ മക്കളായ ഞങ്ങൾക്ക് 2022 വർഷത്തിന്റെ ആദ്യ ദിനം അങ്ങയുടെ സന്നദ്ധിയിൽ അടുത്തു വരുവാനും അങ്ങയുടെ അനുഗ്രഹത്തിനും കരുണയ്ക്കുമായി യാചിക്കുവാനും ഞങ്ങളെ സഹായിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം. ഈ ആരാധനയെ അവിടുന്ന് അനുഗ്രഹിക്കണം. കഴിഞ്ഞൊരു വർഷം നിങ്ങളുടെ മേൽ ചൊരിഞ്ഞ എല്ലാ നന്മകളെയും അനുഗ്രഹങ്ങളെയും നന്ദിയോടെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പുതിയ വർഷത്തിൽ ദൈവകൃപ കൊണ്ട് ഞങ്ങളെയും ഞങ്ങൾക്കുള്ളവരെയും ദേശത്തെയും കർത്താവ് അനുഗ്രഹിക്കണമേ. എല്ലാ തിന്മകളിൽ നിന്നും ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ വിടുവിച്ചു കൊള്ളണമേ. യേശു ക്രിസ്തു മൂലം താഴ്മയായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദയ തോന്നി കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വമായി ഞാൻ കീർത്തനങ്ങളിൽ 26-ാമത്തെ കീർത്തനം സോങ് നമ്പർ 26, 26-ാമത്തെ കീർത്തനം. എന്നെ വീണ്ട രക്ഷകന്റെ സ്നേഹം ആർക്കുവയ്ക്കും. സോങ് നമ്പർ 26. He
പാടുമേ ജയാഗീതം ആയുസ്സേ നാളെന്നും യേശുവേ മഹാസ്നേഹം എന്നുടെ നിത്യാനന്ദം. പരിശുദ്ധനായ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. തൃത്വത്തിന് സ്തുതിയില് പങ്കുചേരാൻ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആകാശവും ഭൂമിയും അങ്ങയുടെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, അങ്ങേക്ക് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. സർവശക്തനേ, അങ്ങ് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അരുളി ചെയ്തത്: ഇസ്രായേലേ, കേൾക്കാൻ നമ്മുടെ ദൈവമായ കർത്താവ് ഏകകർത്താവാകുന്നു. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കേണ്ടതാകുന്നു. ഇതാകുന്നു ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം. അതായത്, നിങ്ങളുടെ കൂട്ടുകാരെ നിങ്ങളെ പോലെ തന്നെ സ്നേഹിക്കണം. ഇവയിൽ വലുതായി വേറൊരു കൽപ്പനയുമില്ല. ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. അനുതാപ പ്രാർത്ഥനയ്ക്കായി നമുക്ക് മുട്ടുകൾ മടക്കാം. അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ കുറവുകളെയും എല്ലാ കുറ്റങ്ങളെയും അനുതാപമുള്ള ഹൃദയത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ഏറ്റുപറയാം. കർത്താവ് തരുന്ന പാപക്ഷമയ്ക്കായി, ദൈവികമായ അനുഗ്രഹങ്ങൾക്കായി നമ്മെ സമർപ്പിക്കാൻ മൗനമായി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. അനുതാപ പ്രാർത്ഥനയിൽ പങ്കുചേരാം. സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് ഞങ്ങളുടെ പാപം ക്ഷമിക്കുന്നു. ഞങ്ങൾ പ്രകാശത്തിലല്ല, ഞങ്ങൾ കർത്താവിന്റെ നാമം ഉച്ചരിക്കുന്നെങ്കിലും ഞങ്ങൾ അങ്ങേ ഞങ്ങളോട് തന്നെ യേശുക്രിസ്തു ഞങ്ങളുടെ സ്വന്തം പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണം. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മനസ്സാക്ഷികൾ മറ്റുള്ള അങ്ങയുടെ നാമത്തിൽ ജീവന്റെ ഒതുക്കത്തിൽ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. മനഃപൂർവമായ മാനസാന്തരത്തോടും സത്യവിശ്വാസത്തോടും തങ്ങളിലേക്ക് തിരിയുകയും തങ്ങളുടെ സഹോദരങ്ങളോട് ക്ഷമിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും പാപമോചനം നൽകുമെന്ന് തന്റെ മഹാകരുണയാൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സ്വർഗസ്ഥ പിതാവായ സർവശക്തിയുള്ള ദൈവം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നിങ്ങളോട് കരുണയുണ്ട്. നിങ്ങളുടെ സകല പാപങ്ങളെയും ക്ഷമിച്ച് അവയിൽ നിന്ന് നിങ്ങളെ വിടുവിച്ച് സകല നന്മയിലും ഉറപ്പിച്ച് ബലപ്പെടുത്തി നിങ്ങളെ നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. ആമേൻ. ദൈവമേ, അങ്ങേക്ക് സ്തോത്രം.
ഇന്നത്തേക്കുള്ള വേദഭാഗങ്ങൾ ശ്രമിക്കും. പഴയ നിയമം, സങ്കീർത്തനം, ലേഖനം, സുവിശേഷം, പ്രാർത്ഥന ശ്രമിക്കും. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പഴയ നിയമ വേദപാഠം ആവർത്തന പുസ്തകം 10-ാം അധ്യായം 12 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. Deuteronomy chapter 10 verses beginning from 12 to 22. ആകയാൽ ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവയെ ഭയപ്പെടുകയും അവന്റെ എല്ലാ വഴികളിലും നടക്കുകയും അവനെ സ്നേഹിക്കുകയും നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സേവിക്കുകയും ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന യഹോവയുടെ കൽപ്പനകളും ചട്ടങ്ങളും നിന്റെ നന്മയ്ക്കായി പ്രമാണിക്കുകയും വേണമെന്നല്ലാതെ നിന്റെ ദൈവമായ യഹോവ നിന്നോട് ചോദിക്കുന്നത് എന്ത്? ഇതാ, സ്വർഗവും സർക്കാരി സർഗവും ഭൂമിയും അതിലുള്ളതൊക്കെ നിന്റെ ദൈവമായ യഹോവയ്ക്കുള്ളവ ആകുന്നു. നിന്റെ പിതാക്കന്മാരോട് മാത്രം യഹോവയ്ക്ക് പ്രീതി തോന്നി അവരെ സ്നേഹിച്ചു. അവരുടെ ശേഷം അവരുടെ സന്തതിയായ നിങ്ങളെ ഇന്നുള്ളതുപോലെ അവൻ സകല ജാതികളിലും വെച്ച് തിരഞ്ഞെടുത്തു. ആകയാൽ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഗ്രഹ ചർമ്മം പരിശോധന ചെയ്യുകയും ഇനിമേൽ ദുശാഠ്യമുള്ളവരാകരുത്. നിങ്ങളുടെ ദൈവമായ യഹോവ ദേവാദി ദൈവം കർത്താദി കർത്താവുമായി വല്ലവനും ഭയങ്കരനുമായ മഹാദൈവമല്ലോ. അവൻ മുഖം നോക്കുന്നില്ല, പ്രതിഫലം വാങ്ങുന്നതുമില്ല. അവൻ അനാഥർക്കും വിധവമാർക്കും ന്യായം നടത്തി കൊടുക്കുന്നു. പരദേശിയെ സ്നേഹിച്ച് അവൻ അന്നവും വസ്ത്രവും നൽകുന്നു. ആകയാൽ നിങ്ങൾ പരദേശിയെ സ്നേഹിക്കുകയും നിങ്ങളും മിസ്രയീം ദേശത്ത് പരദേശികളായിരുന്നുവല്ലോ. നിന്റെ ദൈവമായ യഹോവയെ നീ ഭയപ്പെടണം, അവനെ സേവിക്കണം, അവനോട് ചേർന്നിരിക്കണം, അവന്റെ നാമത്തിൽ സത്യം ചെയ്യണം. അവനാകുന്നു നിന്റെ പുകഴ്ച, അവനാകുന്നു നിന്റെ ദൈവം. നീ കണ്ണാലെ കണ്ടിട്ടുള്ള മഹത്വം ഭയങ്കരവുമായ കാര്യങ്ങളെ നിനക്ക് വേണ്ടി ചെയ്തത് അവൻ തന്നെ. നിന്റെ പിതാക്കന്മാർ 70 ദേവികളായി മിസ്രയീമിലേക്ക് ഇറങ്ങിപ്പോയി. ഇപ്പോഴും നിന്റെ ദൈവമായ യഹോവ നിന്നെ പെരുക്കി ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ആക്കിയിരിക്കുന്നു. ഇങ്ങനെ വേദപാഠം വായിച്ച് അവസാനിക്കുന്നു. ദൈവമേ, അങ്ങേക്ക് സ്തോത്രം ഉണ്ടാകട്ടെ. സങ്കീർത്തന വേദപാഠം. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന സങ്കീർത്തനം 23-ാം സങ്കീർത്തനം, Psalms 23. ബാക്കി പ്രതിവാക്യമായി വായിക്കും. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകിയില്ല. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. എന്റെ ശത്രുക്കൾ കാണുകയും നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എന്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. പുത്രന്റെ പരിശുദ്ധമായ മാത്രം ഉണ്ടാകട്ടെ. അതിനുള്ള പ്രകാരം തന്നെ ഇരിക്കും. രണ്ടാം വേദം, സെക്കൻഡ് ലെസൺ. Today's second reading from First Thessalonians chapter 4 verse 1 to 8. First Thessalonians chapter 4 verses 1 to 8. Finally, our brothers and sisters, to learn from us how we should live in order to please God. This is, of course, how you have been living, and now we beg and urge you in the name of the Lord Jesus to do even more. For you know the instructions he gave you by the authority of the Lord Jesus. God wants you to be holy and completely free from sexual immorality. Each of you men should know how to live with his wife in a holy and honorable way, not with lustful desire like Satan, who do not know God. In this matter, then no man should do wrong to his fellow Christians or take advantage of him. We have told you this before, and we strongly warn you
that the Lord will punish those who do that. God did not call us to live in immorality, but in holiness. So then whoever rejects this teaching is not rejecting a human being, but God who gives you his Holy Spirit. Here it is. ദൈവമേ അങ്ങേക്ക് സ്തോത്രമാണ്. സുവിശേഷ വേദഭാഗം മർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷം 10-ാം അധ്യായം 35 മുതൽ 45 വരെ. മർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷം 10-ാം അധ്യായം 35 മുതൽ 45 വരെ. സെയിന്റ് മാർക്ക് chapter 10 verses 35 to 45. സബദിയുടെ മക്കളായ യാക്കോബും യോഹന്നാനും യേശുവിന്റെ അടുക്കൽ വന്ന് അവനോട്, ഗുരു, ഞങ്ങൾ നിന്നോട് യാചിപ്പാൻ പോകുന്നത് ഞങ്ങൾക്ക് ചെയ്തു തരുവാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട്, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചു. നിന്റെ മഹത്വത്തിൽ ഞങ്ങളിൽ ഒരുത്തൻ എന്റെ വലത്തും ഒരുത്തൻ ഇടത്തും ഇരിക്കാൻ വരം നൽകണം എന്ന് അവർ പറഞ്ഞു. യേശു അവരോട്, നിങ്ങൾ യാചിക്കുന്നത് ഇന്നതെന്ന് നിങ്ങൾ അറിയില്ല. ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിപ്പാനും ഞാൻ ഏൽക്കുന്ന സ്നാനമേൽപ്പാനും നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചതിന് കഴിയും എന്ന് അവർ പറഞ്ഞു. യേശു അവരോട്, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കുകയും ഞാൻ ഏൽക്കുന്ന സ്നാനമേൽക്കുകയും ചെയ്യും നിശ്ചയം. എന്റെ വലത്തും ഇടത്തും ഇരിപ്പാൻ വരം നൽകുന്നതോ എന്റേതല്ല, ആർക്കൊരുക്കിയിരിക്കുന്നുവോ അവർക്ക് കിട്ടും എന്ന് പറഞ്ഞു. അതിനുശേഷം 10 പേരും കേട്ടിട്ട് യാക്കോബിനോടും യോഹന്നാനോടും നിരസപ്പെട്ടു തുടങ്ങി. യേശു അവരെ അടുക്ക വിളിച്ച് അവരോട്, ജാതികളിൽ അധിപതികളായവർ അവരിൽ കർത്തൃത്വം ചെയ്യുന്നു, അവരിൽ മഹത്തുക്കളായവർ അവരുടെ മേൽ അധികാരം നടത്തുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. നിങ്ങളുടെ ഇടയിൽ അങ്ങനെ അരുത്. നിങ്ങളിൽ മഹാൻ ആകുവാൻ ഇച്ഛിക്കുന്നവരെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകും. നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവൻ എല്ലാവർക്കും ദാസനാകാൻ. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാൻ വന്നു. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. ദൈവവചനമാണ് നാം ശ്രവിച്ചത്. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. തിരുവചനം ധ്യാനിക്കുന്ന മുമ്പായി നിൽക്കുമ്പോൾ തന്നെ ജ്ഞാനകീർത്തനങ്ങളിൽ 27-ാമത്തെ കീർത്തനത്തിന്റെ ആദ്യത്തെയും അവസാനത്തെയും ചരണപ്പാഠം. കീർത്തനം 27:2-7. പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായം 26-ാമത്തെ തിരുവചനം. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. പ്രാർത്ഥിക്കും. തിരുവചനത്തിലൂടെ ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന നല്ല ദൈവമേ, ഞങ്ങളുടെ കഠിനമായ ഹൃദയങ്ങളെയൊക്കെ അലിയിച്ചു കളയുന്ന ക്രൂശിലെ സ്നേഹം ഞങ്ങളിൽ നിറയുവാൻ
ഈ വർഷം സഹായിക്കണം. ഞങ്ങൾ പാപികളാണ്, കുറവുള്ളവരാണ്, ദൈവസന്നിധിയിൽ അടുത്തു വരുവാൻ യോഗ്യതയില്ലാത്തവരാണ്. എങ്കിലും ക്രൂശിലെ സഹനത്താൽ അതിനെല്ലാം ഞങ്ങളെ യോഗ്യരാക്കി അങ്ങയുടെ മക്കളാക്കി തീർത്ത കൃപകളെ നന്ദിയോടെ ദൈവവചനം ധ്യാനിക്കുമ്പോൾ പരിശുദ്ധാത്മ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ പേരോട് ചൊരിയണമേ. യേശു ക്രിസ്തു മൂലം താഴ്മയായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദയ തോന്നി കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഇരിക്കും. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടട്ടെ. 2022 വർഷത്തിന്റെ ആദ്യത്തെ ദിനമായി നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ അല്പനേരം സമയം ചെലവഴിക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവവചനം കേൾക്കുവാനൊക്കെ വലിയവനായ ദൈവം നമ്മെ സഹായിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യും. തൃശ്ശൂരിലെ പ്രശസ്തമായ ഒരു ഷോപ്പിംഗ് മാളിൽ പ്രശസ്തമായ ഒരു ഡോക്ടറായിരുന്ന ഡോക്ടർ ലക്ഷ്മി അവര് അവിടെ വെച്ച് വീണ് മരിക്കുകയാണ്. ഈ സമയത്ത് അവരുടെ സഹോദരനുണ്ട്, കൂടെ ഭർത്താവുണ്ട്. അവര് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ്. ഡോക്ടർമാർ പറഞ്ഞു, ഓൾറെഡി ഈ വ്യക്തി ലോകത്തു നിന്ന് മാറ്റപ്പെട്ടിരിക്കുകയാണ്, വേറെ ഒന്നും ചെയ്യുവാനായിട്ട് സാധ്യമല്ല എന്നുള്ള ഒരു വിവരമാണ് അവരെ അറിയിക്കുന്നത്. അവർ വളരെ സങ്കടപ്പെട്ടു. കാരണം വലിയൊരു ഷോപ്പിംഗ് മാൾ, ആളുകളുണ്ട്, ഒരു പക്ഷെ അവിടെ തന്നെ ഡോക്ടർമാരുണ്ടാകാം, ശുശ്രൂഷിക്കാനായിട്ട് ആളുകളുണ്ടാകാം, പക്ഷെ ഒന്നും ചെയ്യുവാനായിട്ട് കഴിഞ്ഞില്ലല്ലോ എന്ന വലിയൊരു ഭാരത്തോടെ, നിരാശയോടെ അവര് ഇന്ന് ജീവിക്കുകയാണ്. നമ്മുടെ ജീവിതം ഏറെ അനുഗ്രഹിക്കപ്പെടുന്നത്, നിലനിൽക്കപ്പെടുന്നത് ദൈവത്തിന്റെ കൃപ കൊണ്ട് മാത്രം. അതുകൊണ്ട് നമ്മുടെ ആശ്രയം എപ്പോഴും പുതിയ വർഷത്തിലായിരിക്കരുത്, മനുഷ്യരിലായിരിക്കരുത്, അതുപോലെ മറ്റ് അധികാര കേന്ദ്രങ്ങളിലായിരിക്കരുത്. പക്ഷേ നമ്മുടെ ആശ്രയം, നമ്മുടെ വിശ്വാസം എപ്പോഴും ഈസ് ഇൻ ദ വൺ ഹു ഈസ് കമ്മിങ് ബാക്ക്. വീണ്ടും തിരിച്ചു വരുന്ന ഒരു ദൈവം, വീണ്ടും വരുന്നവനായ ഒരു ദൈവമുണ്ട്, ഒരു കർത്താവ്. ആ കർത്താവിൽ നമ്മൾ ആശ്രയം വയ്ക്കുമ്പോൾ മാത്രമാണ് നിരാശകളെ, പ്രയാസങ്ങളെ, വേദനകളെ ഒക്കെ അതിജീവിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നത്. നമ്മൾ കൂടുതൽ പ്രതീക്ഷ വയ്ക്കുമ്പോഴാണ് പലപ്പോഴും നമുക്ക് നിരാശകൾ ലഭിക്കാതെ പോകുന്നു, കരുതൽ കിട്ടാതെ പോകുന്നു, സ്നേഹം ലഭിക്കാതെ പോകുന്നു, മറ്റുള്ളവരെ സഹായിക്കാതെ പോകുന്നു എന്നുള്ള നിരാശകളൊക്കെ വരുന്നത്. വലിയ പ്രതീക്ഷകൾ നമ്മൾ മനുഷ്യർക്ക് വെക്കുന്നു. എന്നാൽ ദൈവത്തിൽ നമ്മൾ പ്രതീക്ഷകൾ വെക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം സന്തോഷവും അനുഗ്രഹവും ഉള്ളതായിട്ട്. ഇന്നത്തെ പഴയ നിയമ വേദഭാഗം യെഹെസ്കേൽ പ്രവാചകൻ ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാണ്, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുമെന്നുള്ള വലിയൊരു വാഗ്ദാനം പ്രവാചകൻ ഇസ്രായേൽ മക്കൾക്ക് നൽകുകയാണ്. കാരണം മനുഷ്യന്റെ ഹൃദയം കല്ലുപോലെയുള്ള ഹൃദയമായിരുന്നു, തണുപ്പുള്ള ഹൃദയമായിരുന്നു, അലിവില്ലാത്ത ഹൃദയമായിരുന്നു. ആ ഹൃദയത്തെ ഒന്ന് പുതുക്കുന്ന, നവീകരിക്കുന്ന, വിശുദ്ധീകരിക്കുന്ന, കരുണാമയമാക്കി മാറ്റുന്ന ദൈവത്തെ പ്രവാചകൻ ഇവിടെ ചിത്രീകരിക്കുകയാണ്. ഇവിടെ 3 കാര്യങ്ങളാണ് പങ്കുവെക്കുന്നത്. ഒന്ന്, നിങ്ങൾക്ക് പുതിയൊരു ഹൃദയത്തെ. അവിടെ പുതിയൊരു ഹൃദയം എന്ന പദത്തിന് കൊടുത്തിരിക്കുന്ന അർത്ഥം എന്ന് പറയുന്നത്, ഗ്രീക്കിലേക്ക് അർത്ഥം കൊടുത്തിരിക്കുന്നത് സ്നേഹമുള്ള, കരുണയുള്ള, മനസ്സിലാക്കാൻ കഴിവുള്ള, മനസാക്ഷിയുള്ള ഒരു ഹൃദയം ദൈവം നമുക്ക് തരും. കാരണം ഒരു മനസാക്ഷിയുള്ള ഹൃദയം, കരുണയുള്ള ഹൃദയം, സ്നേഹമുള്ള ഹൃദയം നമുക്ക് കഴിഞ്ഞ നാളുകളിലൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമ്മളോട് തന്നെ ചോദിക്കേണ്ട വലിയൊരു ചോദ്യം. ദൈവം സങ്കടപ്പെടുന്നുണ്ട്. അതായത് മനുഷ്യനെ പൊടിയിൽ നിന്ന് മെനഞ്ഞ് മനുഷ്യനാക്കി തീർക്കുന്നു, പക്ഷെ
മനുഷ്യന്റെ ഹൃദയം കഠിനമാകിയാൽ ദൈവം അവരെ ഓർത്ത് അനുദപിച്ചു എന്ന് ഉൽപ്പത്തി പുസ്തകം 6-5 വാക്യത്തിൽ നമ്മൾ കാണും. കാരണം മനുഷ്യന്റെ ഹൃദയം കഠിനമുള്ളതായി മാറുന്നു, വഷളത്വം നിറഞ്ഞതായി മാറുന്നു. ദൈവം അത് ഓർത്ത് അനുദപിക്കുകയാണ്. പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ദൈവം എന്തുകൊണ്ടാണ് സൃഷ്ടിയില് സകല ചരാചരങ്ങളെയും ആദ്യം സൃഷ്ടിച്ച് അവസാനമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്? ആദ്യമാണ് മനുഷ്യനെ സൃഷ്ടിച്ച് പിന്നെ സകല ചരാചരങ്ങളെ സൃഷ്ടിച്ചു എങ്കിൽ മനുഷ്യൻ പറയുമായിരുന്നു, ഞാനാണ് ദൈവത്തെ സൃഷ്ടിച്ചത്, ഞാനാണ് ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ചത് എന്ന് മനുഷ്യൻ പറയുമായിരുന്നു. എന്നാൽ ദൈവമാണ് എല്ലാത്തിന്റെയും ആധാരം, ദൈവമാണ് എല്ലാത്തിന്റെയും സോഴ്സ് എന്ന് പറയുന്നത്. ആ ഉറവിടത്തിലേക്ക് മടങ്ങി പോകുമ്പോഴാണ് നമ്മുടെ ജീവിതം ഏറെ അനുഗ്രഹമുള്ളതായിട്ട് മാറുന്നത്. ഇവിടെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, അലിവുള്ള ഹൃദയം, കരുണയുള്ള ഹൃദയം ദൈവം നമുക്ക് തരുന്ന ഹൃദയമാണ്. ആ ഹൃദയത്തോടെ പുതിയ വർഷത്തിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഇടയായിത്തീരും. രണ്ടാമത് പറയുകയാണ്, പുതിയൊരു ആത്മാവിനെ ഞാൻ അനുഭവിക്കുക. ഇവിടെ പുതിയ ആത്മാവിനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ ഹീബ്രു പരിഭാഷകളൊക്കെ നോക്കുമ്പോൾ ഒരു പുതിയ ഉത്തരവാദിത്വം അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു വലിയ ഫോട്ടോഗ്രാഫിക്ക് അർത്ഥം കൊടുത്തിരിക്കുന്നത് ആടുകളെ മേയിക്കുന്ന, വെള്ളം കൊടുക്കുന്ന, അവരെ സംരക്ഷിക്കുന്ന എന്നൊക്കെ അർത്ഥത്തിലാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു പുതിയ ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുമ്പോഴാണ് ശുശ്രൂഷിക്കുന്ന, മറ്റുള്ളവർക്ക് വളം നൽകുന്ന, ജീവൻ നൽകുന്ന, അവരെ കെയർ ചെയ്യുന്ന വലിയൊരു മനോഭാവം നമുക്കുണ്ടാകും. അതൊരു ഉത്തരവാദിത്വത്തിൽ അധിഷ്ഠിതമായ ഹൃദയമാണ്, നവീനമായ ആത്മാവാണ് ദൈവം നമുക്ക് എപ്പോഴും തരുന്നത്. മനുഷ്യന് എപ്പോഴും മാറ്ററിനെ സ്നേഹിക്കാൻ ഇഷ്ടമാണ്, അല്ലെ? ശരീരത്തെ, മാറ്ററിനെ, മെറ്റീരിയലിനെ സ്നേഹിക്കുവാനായിട്ട് ഇഷ്ടമാണ്. നമ്മുടെ സ്നേഹമൊക്കെ എപ്പോഴും, നമ്മുടെ കാഴ്ചപ്പാടുകളൊക്കെ എപ്പോഴും മെറ്റീരിയലായിട്ട് ബന്ധപ്പെട്ട നിലകൊള്ളും. പക്ഷെ അതിനപ്പുറമായ അനശ്വരമായ ഒരു ആത്മാവ് സോളം എല്ലാവർക്കും ഈ പ്രപഞ്ചത്തിലുണ്ട്. അതിനെ സ്നേഹിക്കാൻ നമുക്ക് കഴിയാതെ പോവുകയാണ്. നഷ്ടപ്പെടുന്നതിനെയാണ് നമ്മൾ പലപ്പോഴും സ്നേഹിക്കുന്നത്. എന്നാൽ അനശ്വരമായതിനെ സ്നേഹിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്ന വലിയൊരു ആത്മാവിന്റെ ചൈതന്യമാണ് ദൈവം അവിടുത്തെ മക്കൾക്ക് തരുന്നത്. ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുന്ന സമയത്ത് ജോസഫിനെ കുറിച്ച് പറയുന്നുണ്ട്. ജോസഫിനെ പോലെ ദൈവാത്മാവുള്ള ഒരു മനുഷ്യനെ കണ്ടെത്തുവാനായിട്ട് കഴിയുമ്പോൾ ഫറവോൻ ചോദിക്കുകയാണ്, ദൈവത്തിന്റെ ആത്മാവിനാൽ നിറഞ്ഞു ജീവിക്കുന്ന ഈ ജോസഫിനെ പോലെ വേറൊരു വ്യക്തിയെ മിസ്രൈമിൽ കണ്ടെത്താനായിട്ട് കഴിയുമോ എന്നുള്ളൊരു വലിയ ചോദ്യം ചോദിക്കും. കാരണം ജോസഫിന്റെ ജീവിതം ഉത്തരവാദിത്വം കൊണ്ടുവന്നു, മറ്റുള്ളവരെ സംരക്ഷിക്കുന്ന ജീവിതമായി, മറ്റുള്ളവരെ പച്ചയായ ഉൾപ്പുറങ്ങളിലേക്ക് നയിക്കുന്ന ജീവിതങ്ങളായി. ജോസഫിനെ ദൈവം എവിടെ നട്ടോ ഒത്തിരി പ്രതിസന്ധികളാണ് ജോസഫിന്റെ ജീവിതത്തിലൊക്കെ നമ്മൾ കാണുന്നത്, അല്ലെ? സഹോദരങ്ങൾ തള്ളി ഉപേക്ഷിക്കുന്നു, ആരും മനസ്സിലാക്കാതെ പോകുന്നു, തെറ്റിദ്ധരിക്കപ്പെടുന്നു. പക്ഷെ എങ്കിലും ജോസഫ് ദൈവത്തിൽ ആശ്രയിക്കുകയാണ്. എവിടെ ദൈവം ജോസഫിനെ അയച്ചു അവിടെയെല്ലാം ഒരു വലിയ വസന്തകാലം വിരിച്ചൊരിക്കുന്ന ജോസഫിനെ കാണുക. ക്ഷാമകാലത്ത് ക്ഷേമം നൽകുന്ന വലിയൊരു ശുശ്രൂഷയുടെ ഭാഗമായി ജോസഫ് മാറുന്ന ചിത്രം നമ്മൾ പുസ്തകത്തിൽ നമ്മൾ കാണുകയാണ്, വചനത്തിൽ നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഓർക്കണം, പുതിയൊരു ആത്മാവിനെ ദൈവം നമുക്ക് തരുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മുടെ ജീവിതം മാത്രം സുരക്ഷിതമാക്കപ്പെടുന്നുണ്ട്, മറിച്ച് മറ്റുള്ളവരുടെ ജീവിതം കൂടെ കരുതപ്പെടേണ്ടതാണ്, സ്നേഹിക്കപ്പെടേണ്ടതാണ്. അവരോട് ഒരു വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നുള്ള വലിയ ദർശനം കൂടെ നമുക്ക് തരികയാണ്. മൂന്നാമത് നമ്മൾ കാണുന്നത് ഒരു പുതിയ ജീവിതമാണ് ദൈവം, ഒരു പുതിയ ജീവിതം ദൈവം നമുക്ക് തരികയാണ്. അതായത് അതിന് ഒരു പുതിയ ജീവിതം നമുക്ക് ലഭിക്കണമെങ്കിൽ അവിടെ ഹിബ്രുവിലൊക്കെ പരിഭാഷ കൊടുത്തിരിക്കുന്നത് ശൂന്യമായ ഒരവസ്ഥയെ കുറിച്ച് പറയുന്നു. നമ്മുടെ ചിന്തകളൊക്കെ കടം കൊണ്ടിട്ടുള്ള ചിന്ത, നമ്മുടെ ആശയങ്ങള് എല്ലാം കടം കൊണ്ടിട്ടുള്ളത്, നമ്മുടെ അറിവുകളൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പുതിയതായിട്ട് ഒന്ന് നമ്മൾ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നില്ല. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ ഗുരുവിനെ കാണാൻ ചെന്നപ്പോൾ ഗുരു പറയുന്നുണ്ട്, ഒരു കപ്പില് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ശിഷ്യൻ പറയാണ്, നിറഞ്ഞു പോയിട്ട് വീണ്ടും എന്തിനാണ് അതിന് വെള്ളം ഒഴിക്കുന്നത്? അപ്പോഴാണ് ഗുരു പറയുന്നത്, നിന്റെ മനസ്സ് മുഴുവൻ നിറഞ്ഞിരിക്കുക, അത് ഒഴിച്ചു മാറ്റാതെ ശൂന്യമാക്കാതെ അതിലൊന്നും നിറയ്ക്കാനായിട്ട് കഴിയത്തില്ല. ദൈവസന്നിധിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ കടം കൊണ്ട അറിവുകൾ, ആശയങ്ങളല്ല, മറിച്ച് ശൂന്യമായ ഒരു ഹൃദയമാണ് ദൈവസന്നിധിയിൽ നമ്മൾ പങ്കുവയ്ക്കുന്നത്. ആ ശൂന്യമായ ഹൃദയം ദൈവസന്നിധിയിൽ നമ്മൾ പങ്കുവയ്ക്കുമ്പോൾ അത് നിറവുള്ള അനുഭവങ്ങളായി, വിശുദ്ധിയുടെ അനുഭവങ്ങളായി
അനുഗ്രഹത്തിന്റെ അനുഭവങ്ങളാക്കി ദൈവം മാറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ദൈവികമായ ചിന്തകളോടെയാണ്, ദൈവികമായ ആശയങ്ങളുടെ നിറവോടെയാണ്, പരിശുദ്ധാത്മ ശക്തിയുടെ നിറവോടെയാണ് നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ എപ്പോഴും നിറയ്ക്കുന്നത്. ആ ഹൃദയത്തിനാണ് ഈ ലോകത്തിന് വെളിച്ചം പങ്കുവെക്കാനായിട്ട് കഴിയുന്നത്. ഈ ജീവിതം, നവീനമായ ജീവിതം, അനുഗ്രഹദായകമായ ജീവിതം ദൈവം ഒരു വ്യക്തിക്ക് നൽകുന്ന ജീവിതം. ആ ജീവിതം നമ്മൾ ഈ കാലങ്ങളിൽ സ്വീകരിക്കേണ്ടത് ആവശ്യമാണ്. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ കൊട്ടാര ഗായകനാണ് താൻസൻ. താൻസൻ മനോഹരമായ ഗാനങ്ങൾ ആലപിച്ചു. ചക്രവർത്തിക്ക് എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും താൻസനെയാണ് പാട്ട് പാടാനായിട്ട് വിളിക്കുന്നത്. അങ്ങനെ താൻസൻ വരുന്നു. താൻസനോട് പറയുകയാണ് ചക്രവർത്തി, എത്ര മനോഹരമായ ഗാനങ്ങളാണ് ആലപിക്കുന്നത്, അങ്ങയുടെ സംഗീതം എത്ര ശുദ്ധമായ സംഗീതമാണ് എന്ന് പറയുമ്പോൾ താൻസൻ പറയുകയാണ്, പ്രഭു, അങ്ങ് ഇതിനേക്കാൾ മനോഹരമായി പാടുന്ന സംഗീതം കേട്ടിട്ടില്ല. ചക്രവർത്തി ചോദിച്ചാൽ ആരാണ് അങ്ങനെ പാടുന്ന ആളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ താൻസൻ പറയാണ്, ഉണ്ട്, എന്റെ ഗുരു എന്നേക്കാൾ മനോഹരമായി പാടുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ സംഗീതം വളരെ ആഴമുള്ളതാണ്, എല്ലാവരെയും സ്പർശിക്കുന്ന ഒരു വലിയ സംഗീതജ്ഞനാണ് എന്റെ ഗുരു എന്ന് പറയുകയാണ്. ഉടനെ ചക്രവർത്തി ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് താൻസൻ അങ്ങേക്ക് അങ്ങയുടെ ഗുരുവിനെ പോലെ മനോഹരമായി പാടാനായിട്ട് കഴിയാത്തത്? ഉടനെ താൻസൻ പറയുകയാണ്, ചക്രവർത്തി അങ്ങ് ക്ഷമിക്കണം, ഞാൻ പാടുന്നത് എപ്പോഴും അങ്ങേക്ക് വേണ്ടിയാണ്, ചക്രവർത്തിക്ക് വേണ്ടി പാടും. പക്ഷെ എന്റെ ഗുരു എപ്പോഴും പാട്ട് പാടുന്നത് ദൈവത്തിന് വേണ്ടി പാടും. അദ്ദേഹത്തിന്റെ സംഗീതം മുഴുവനും, അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവനും ദൈവത്തിന് വേണ്ടിയുള്ളതാണ്. അദ്ദേഹം ദൈവത്തിൽ ലയിച്ച് പാടുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സംഗീതം ഏറ്റവും മനോഹരമായിരിക്കുന്നത്. പക്ഷെ ഞാൻ പാടുന്നത് അങ്ങേക്ക് വേണ്ടി ആയതുകൊണ്ട് അതിനത്ര ആഴമുള്ളതായിട്ട് അത് മാറും. പലപ്പോഴും നമ്മുടെ ജീവിതം അങ്ങനെ തന്നെയാണ്. നമ്മൾ പാടുന്നത്, നമ്മൾ ജീവിക്കുന്നത്, നമ്മൾ പ്രവർത്തിക്കുന്നതൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. അവരെന്ത് ചിന്തിക്കും എന്നുള്ള രീതിയിലാണ്. പക്ഷെ എന്തെങ്കിലും ദൈവത്തിന് വേണ്ടി നമ്മുടെ സമയവും നമ്മുടെ സംഗീതവും നമ്മുടെ താലന്തുകളും നമുക്ക് മാറ്റിവെക്കാനായിട്ട് നമുക്ക് കഴിയും. ആ സമയങ്ങളിലാണ് നമ്മുടെ ജീവിതം ഏറെ അനുഗ്രഹമുള്ളതായി മാറുന്നത്. അങ്ങനെയുള്ള നന്മയുള്ള ഒരു ജീവിതം നയിക്കുവാനായിട്ട് വലിയവനായ ദൈവം നമ്മെല്ലാവരെയും സഹായിക്കട്ടെ. ദൈവമായ കർത്താവേ, ഈ കാലഘട്ടത്തിലൊക്കെ ഞങ്ങൾ ജീവിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയം പലപ്പോഴും കഠിനമായ ഹൃദയമായി ഞങ്ങൾ നിലനിർത്താറുണ്ട്. ക്ഷമിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാതെ, കരുതുവാൻ ഞങ്ങൾക്ക് കഴിയാതെ, സ്നേഹിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാതെ, പല കാരണങ്ങൾ കൊണ്ട് കർത്താവെ ഞങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന ചില ആശയങ്ങൾ കൊണ്ട്, ഞങ്ങളുടെ സ്വാർത്ഥത കൊണ്ട് ദൈവികമായ അനുഗ്രഹങ്ങളിലേക്ക് ഉയരുവാൻ ഞങ്ങൾക്ക് പലപ്പോഴും കഴിയും. ദൈവമേ, ഞങ്ങളോട് നീ ക്ഷമിക്കണം. ഞങ്ങളുടെ കല്ലായ ഹൃദയങ്ങളിൽ മാംസളമായ കർത്താവ് മൃദുവായ ഹൃദയങ്ങളാക്കി അവിടുന്ന് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിർമ്മലമായ ഹൃദയത്തിലാണ് അവിടുന്ന് ജനിക്കുന്നത്. ആ വലിയ രക്ഷയുടെ സന്തോഷം ക്രിസ്മസ് നാളുകളിലൊക്കെ ഞങ്ങൾ അനുഭവിച്ചു. ആ സന്തോഷം വഹിച്ചുകൊണ്ട് കർത്താവെ ആട്ടിടയന്മാരെ പോലെ അങ്ങേ പാട്ടുപാടി സ്തുതിച്ചുകൊണ്ട് പുതിയ വർഷത്തില് ജീവിക്കുവാൻ ഞങ്ങൾ എല്ലാവരെയും സഹായിക്കണം. ദൈവം ഞങ്ങൾക്ക് കർത്താവിൽ ആത്മാവിനെ തരുമ്പോൾ അത് അനുഗ്രഹമുള്ള ജീവിതമാണ്, ഉത്തരവാദിത്തമുള്ള ജീവിതമാണ്, ദൈവത്തിന് വേണ്ടി കർത്താവിൽ ജീവിക്കുവാനുള്ള ജീവിതമാണ് എന്ന ബോധ്യത്തോടെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവത്തിൽ അലിഞ്ഞ് ജീവിക്കുവാൻ, ലയിച്ചു ചേർന്ന് ജീവിക്കുവാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടുന്ന് പഠിപ്പിക്കണം. പുതിയ വർഷത്തിന്റെ എല്ലാ നന്മകളും ദൈവം ഞങ്ങൾക്ക് തരണം. യേശു മശിഹ മൂലം താഴ്മയായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കും. ദയ തോന്നി കേൾക്കണം നല്ല പിതാവേ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും മഹത്വം ഉണ്ടായിരിക്കട്ടെ. നിത്യ വിശ്വാസ പ്രമാണം നമുക്ക് ഏറ്റുപറയാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തതുമായുള്ള സകലത്തെയും സൃഷ്ടിച്ചനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകജാതനായ പുത്രനായി ഏകർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ സർവ്വലോകവും തന്റെ പിതാവിൽ നിന്ന് ജനിപ്പിക്കപ്പെട്ടവൻ, ദൈവത്തിന്റെ ദൈവം, പ്രകാശത്തിൽ നിന്ന് പ്രകാശം, സത്യത്തിൽ നിന്ന് സത്യദൈവം, ജനിപ്പിക്കപ്പെട്ടവൻ, ഉണ്ടാക്കപ്പെട്ടവനല്ല, പിതാവിനോട് ഉള്ളവൻ, മനസ്സലവും ഉണ്ടായി മനുഷ്യരായ നമുക്ക് നമ്മുടെ
ഇരുപത്തിലും പ്രകാരം ഒന്നാം ദിവസം എഴുന്നേറ്റു കയറി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. കർത്താവ് ജീവിക്കുന്നവനും പിതാവിന് തുറന്ന് പുറപ്പെടുന്നവനും പിതാവിനോട് പുത്രനോട് വന്ദിക്കപ്പെട്ട് മാറ്റപ്പെടുന്നവനും പ്രവാചകരെ കൊണ്ട് പ്രേക്ഷകമായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. കാതോലികവും അപ്പോസ്തലികവുമായ ഏകവിശുദ്ധ സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ബപ്തിസ്മം ഞാൻ അനുസരിക്കുന്നു. മരിച്ചവരുടെ പുനരുദ്ധാനത്തിനും വരുവാനുള്ള ലോകത്തിലെ ജീവനും ഞാൻ കാത്തിരിക്കുന്നു. ആമേൻ. പ്രാർത്ഥനയ്ക്കായി മുട്ടുകൾ മടക്കാം. ദൈവം നൽകിയ എല്ലാ നന്മകളെയും നമുക്ക് ഓർക്കാം. എത്രയോ ക്ഷേമത്തോടെ കഴിഞ്ഞൊരു വർഷം ദൈവം നമ്മെ പരിപാലിച്ചു. ഈ പുതിയ വർഷത്തിൽ പുതിയ നന്മകൾ കർത്താവ് നൽകേണ്ടതിന് പ്രാർത്ഥിക്കാം. പുതിയ തീരുമാനത്തോടെ, പുതിയ ദർശനത്തോടെ, പുതിയ കാഴ്ചപ്പാടോടെ ഈ ലോകത്ത് ജീവിക്കുവാനും കർത്താവിന്റെ സാക്ഷിയായി നിലനിൽക്കുവാനും നമ്മെല്ലാവരെയും സഹായിക്കേണ്ടത്. നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർക്കാം. നമ്മുടെ സഭയെ നമുക്ക് ഓർക്കാം. എല്ലാ കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കാം. ദൂരസ്ഥലങ്ങളിലൊക്കെയുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കാം. നമ്മുടെ സമൂഹത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. ലോക സമൂഹങ്ങളെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മൾ നേരിടുന്ന ഈ പ്രയാസ സാഹചര്യങ്ങളെല്ലാം യേശുവിന്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. എല്ലാ വിഷയങ്ങളെ സമർപ്പിച്ച് നമുക്ക് മൗനമായി പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, അവിടുന്ന് ഇത്രത്തോളം ഞങ്ങളെ സ്നേഹിച്ച, അനുഗ്രഹിച്ച കൃപയ്ക്കായി നന്ദി കരേറ്റുന്നു. കർത്താവായ ദൈവമേ, ഈ വർഷത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും അനുഭവിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുവാനുള്ള നന്മകളെ ഞങ്ങൾക്ക് അവിടുന്ന് തരണമേ. ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും ദൈവം അനുഗ്രഹിക്കണം. തിരുസഭയെ അവിടുന്ന് അനുഗ്രഹിക്കണം. പുതിയ നന്മകൾ കർത്താവെ സഭയായി നേടുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. വിധങ്ങളായ ലക്ഷ്യങ്ങൾ ഞങ്ങളുടെ മുമ്പിലുണ്ട്. വിധങ്ങളായ സ്വപ്നങ്ങൾ ഞങ്ങളുടെ മുമ്പിലുണ്ട്. ഉത്തരവാദിത്വം ഞങ്ങളുടെ മുമ്പിലുണ്ട്. കർത്താവെ പുതിയ ഇതായിട്ടുള്ള പ്രവർത്തന മേഖലകൾ ഞങ്ങളുടെ മുമ്പിലുണ്ട്. എല്ലാം യേശുവിന്റെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ലോകം ഞങ്ങൾക്ക് എതിരെങ്കിലും ഞങ്ങൾക്ക് അനുകൂലമായ ഒരു ദൈവം ഞങ്ങളോട് കൂടെയുള്ളതിനാൽ സ്തുതിക്കുന്നു. എല്ലാം നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ താഴ്മയോടെ സമർപ്പിക്കുന്നു. കർത്താവെ നീ അതെല്ലാം ഏറ്റെടുക്കുകയും ഞങ്ങളെ വഴി നടത്തുകയും ചെയ്യണമേ. സ്വയമായിട്ട് ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ ഞങ്ങൾ കഴിവുള്ളവരല്ല. ദൈവത്തെ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ല. ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ജീവിതം അനുഗ്രഹമുള്ളതാക്കി മാറ്റുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ സഭയിലെ എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണം. ഞങ്ങളുടെ CSI സഭ മുഴുവനെയും അവിടുന്ന് അനുഗ്രഹിക്കണം. ഇതര സഭകള്, നേതൃത്വത്തിലുള്ളവര്, സുവിശേഷ വേല ചെയ്യുന്നവര് എല്ലാവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ സംസ്ഥാനത്തിനായി, ഞങ്ങളുടെ ഇന്ത്യ രാജ്യത്തിനായി, ലോക സമൂഹങ്ങൾക്കായി, കർത്താവ് ഇതര സംസ്ഥാനങ്ങൾ, മറ്റ് കർത്താവ് രാജ്യങ്ങൾ എല്ലാം ദൈവകരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവ് വൈറസിന്റെ പ്രയാസങ്ങള് കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, സാമ്പത്തികമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒത്തിരി ജനവിഭാഗങ്ങളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിന്റെ നീതി കരുണയും അവരുടെ മേൽ വ്യാപരിക്കുവാൻ സഹായിക്കണമേ പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനും സമാധാനവും പ്രത്യാശയും ഉള്ള കർത്താവെ അനുഭവങ്ങളാക്കി അവിടുന്ന് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബലഹീനരായ ഞങ്ങളുടെ എളിയ പ്രാർത്ഥന സ്വർഗം സ്വീകരിക്കുകയും ഞങ്ങളെ ഈ ലോകത്തെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ദൈവനാമം കർത്താവ് ലോകത്ത് വെളിപ്പെടുവാൻ അവിടുന്ന് സഹായിക്കണമേ. ക്രിസ്തു മൂലം താഴ്മയായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവം കേൾക്കണം നല്ല പിതാവേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും അനുഗ്രഹവും വാഴ്വും നമ്മെല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും കൂടെ ഇരിക്കട്ടെ. അപ്പം നിർക്കൽ ശുശ്രൂഷിക്കാൻ ഇതാ സഹോദരങ്ങൾ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും ആകുന്നു. അപ്പം കൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു. നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൽ നംശികളാകുന്നുവല്ലോ.
ഞാൻ കർത്താവിനെ കീർത്തനം ചെയ്യുന്നു. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദിവ്യമായ സമാധാനം നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നിൽക്കുന്ന സമയത്ത് നമുക്ക് ക്രിസ്തീയ ഗീതങ്ങളിൽ 456 ഗീതം പാടും. ഗീതം 456 456 ഗീതം ഈ സമയത്ത് നേഷത്തിൽ കാണിക്കും. സമാനം ഞങ്ങൾക്കായി തന്നിടത്തിൽ വന്നതും ഞങ്ങളുടെ പാപമെല്ലാം ഞങ്ങളുടെ പാപമെല്ലാം നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യസമ്പത്തേശുവേ. ചേർന്നു തൂങ്ങി മരിച്ചു ഞങ്ങൾക്കുള്ള ദിവ്യസമ്പത്തേശുവേ. അന്നു ഞങ്ങൾക്കുള്ള എല്ലാം തന്നു പോർത്തുന്നു ഇന്നുമെന്നും കൂടെയുണ്ട് ഇന്നുമെന്നും കൂടെയുണ്ട് അങ്ങയുടെ പ്രിയപുത്രന്റെ രക്തത്താൽ അങ്ങയുടെ കൃപാസനത്തിലേക്കുള്ള പുതുവഴിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പരിശുദ്ധ പിതാവേ, ക്രിസ്തു മുഖാന്തരം യോഗ്യരായി ഞങ്ങൾ അങ്ങയിലേക്ക് എടുത്തു വരുന്നു. സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളതെല്ലാം അങ്ങേക്കുള്ളതല്ലോ. അങ്ങയുടെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ അങ്ങേക്ക് തരുന്നതേയുള്ളൂ. ഞങ്ങളെയും ഞങ്ങളുടെ ദാനങ്ങളെയും അവിടുന്ന് കൈക്കൊണ്ട് അങ്ങയുടെ മഹത്വത്തിനായി ഉപയോഗിക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു.
സ്തോത്രം ചെയ്യാം. സ്വർഗസ്ഥപിതാവേ, അങ്ങ് സത്യമായി പരിശുദ്ധനാകുന്നു, അങ്ങ് സത്യമായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. മനുഷ്യവർഗത്തോടുള്ള അങ്ങയുടെ ആർദ്ര സ്നേഹം കൊണ്ട് അങ്ങയുടെ ഏകപുത്രനായ യേശു ക്രിസ്തുവിനെ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവത്തെ എടുപ്പാനും ഞങ്ങളുടെ വീണ്ടെടുപ്പിനായി കുരിശിന്മേൽ മരണം അനുഭവിപ്പാനും തന്നുവല്ലോ. അവിടുന്ന് ഒരിക്കലായി തന്നെ വഴിപാടായി അർപ്പിച്ചതിനാൽ സർവലോകത്തിന്റെയും പാപങ്ങൾക്കായി തികവായി പൂർണ്ണമായി മതിയാകുന്ന യാഗം വഴിപാടും പ്രതിശാന്തിയും ജയിക്കുകയും താൻ വീണ്ടും വരുവോളം തന്റെ വിലയേറിയ മരണത്തെ കുറിച്ച് ഇടപെടാതുള്ള ഓർമ്മയെ നിയമിക്കുകയും അതിനെപ്പോഴും ആചരിക്കണമെന്ന് അങ്ങയുടെ വിശുദ്ധ സുവിശേഷത്തിൽ ഞങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തുവല്ലോ. അവിടുന്ന് താൻ ഏൽപ്പിച്ചൊടുക്കപ്പെട്ട രാത്രിയിൽ തന്നെ അപ്പം എടുത്തു, സ്തോത്രം ചൊല്ലി അതിനെ നുറുക്കി തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു പറഞ്ഞു, വാങ്ങി ഭക്ഷിപ്പിൻ, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. കഴിഞ്ഞതിന് ശേഷം അപ്രകാരം തന്നെ അവിടുന്ന് പാനപാത്രം എടുത്തു, സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചെറിയപ്പെടുന്ന പുതിയ നിയമത്തിനുള്ള എന്റെ രക്തമാകുന്നു. ഇതിന് നിങ്ങൾ കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അതുകൊണ്ട് പിതാവേ, ഞങ്ങളുടെ കർത്താവായ അങ്ങയുടെ പുത്രന്റെ വിലയേറിയ മരണത്തെയും കഷ്ടപ്പാടിനെയും അവിടുത്തെ മഹത്വമുള്ള പുനരുദ്ധാനത്തെയും സ്വർഗാരോഹണത്തെയും ഓർത്തുകൊണ്ടു ക്രിസ്തുവിൽ അങ്ങ് ഞങ്ങൾക്കായി സമ്പാദിച്ച പൂർണ്ണ വീണ്ടെടുപ്പിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്തുകൊണ്ടു അവിടുന്ന് കൽപ്പിച്ച പ്രകാരം അവിടുന്ന് വരുവോളം അവിടുത്തെ ഓർമ്മയ്ക്കായി അങ്ങയുടെ ദാസരായ ഞങ്ങൾ ഇതിനെ ചെയ്യുന്നു. കരുണയുള്ള പിതാവേ, ഞങ്ങളെ അങ്ങയുടെ ദാനങ്ങളായ അപ്പത്തെയും വീഞ്ഞിനെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ശുദ്ധീകരിച്ച് ഞങ്ങൾ മുറിക്കുന്ന ഈ അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയും ഞങ്ങൾ വാഴ്ത്തുന്ന ഈ പാനപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയും ആകേണ്ടതിന് കൃപ നൽകണമെന്ന് ഞങ്ങൾ താഴ്മയോടെ അങ്ങയോട് അപേക്ഷിക്കുന്നു. അങ്ങനെ ക്രിസ്തുവിൽ യോജിപ്പിക്കപ്പെട്ട് ഞങ്ങളെല്ലാവരും വിശ്വാസത്തിന്റെ ഐക്യം പ്രാപിച്ച് ഞങ്ങളുടെ കർത്താവാകുന്ന മശിയ എന്ന തലയാകുന്ന അവങ്കിലേക്ക് സകലത്തിലും വളരേണ്ടതിന് കൃപ നൽകണമേ. ക്രിസ്തു മൂലമായും ക്രിസ്തുവിനോടുകൂടെയും പരിശുദ്ധാത്മാവിന്റെ ഐക്യത്തിൽ സർവശക്തനായ പിതാവേ, അങ്ങേക്ക് സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. രക്ഷിതാവായ ക്രിസ്തു ആജ്ഞാപിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത പ്രകാരം നാം ധൈര്യത്തോടെ പ്രാർത്ഥിച്ചു ചൊല്ലുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ശുദ്ധീകരിക്കപ്പെടണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടൻ തന്നെ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. വിനയ പ്രാർത്ഥനയില് കരുണയുള്ള ഞങ്ങൾ അങ്ങയുടെ എന്നാൽ അങ്ങെപ്പോഴും കരുണ ചെയ്യുന്ന സ്വഭാവമുള്ള അതുകൊണ്ട് അങ്ങയുടെ
ഞങ്ങൾ ക്രിസ്തുവിൽ അവിടുത്തെ നൽകിയ വസ്ത്രാനന്ദത്തോടെ ഞാൻ അവിടുത്തെ മാംസത്തെ ഭക്ഷിക്കുകയും അവിടുത്തെ രക്തത്തിന് ഞങ്ങൾക്ക് കൃപ തരുന്നേ. ആമേൻ. നാം മുറുക്കുന്ന ഈ അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ? ജീവന്റെ അപ്പമായ യേശുക്രിസ്തുവിന്റെ തിരുശരീരം പാപങ്ങളുടെ കടങ്ങൾക്കായി ചിന്തപ്പെട്ട യേശുക്രിസ്തുവിന്റെ തിരുരക്തം പ്രാർത്ഥനയോടെ ഒരുക്കത്തോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ അനുഭവം. ഈ സമയത്ത് ജ്ഞാനകീർത്തനങ്ങളിൽ 224 കീർത്തനം ശുദ്ധിക്കായി യേശു യേശുവിന്റെ തിരുശരീരം
ഇപ്പോൾ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെയും രക്തത്തിന്റെയും സാക്രമെന്ന വിശ്വാസത്താൽ കൈക്കൊണ്ട നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ഒന്നാമത്തെ പ്രാർത്ഥനയിൽ പങ്കുചേരാം. സർവശക്തനായ ദൈവമേ, ഞങ്ങൾ അങ്ങയുടെ മക്കൾ ഞങ്ങളുടെ പാപമോചനം നീതിച്ചതിനെ കുറിച്ച് അങ്ങയുടെ വലിയ ഞങ്ങൾ ഞങ്ങളെ തന്നെ ഞങ്ങളുടെ ജീവന വിശുദ്ധിയുടെ ആത്മായ നല്ല പൂർണ്ണമായ അങ്ങനെ ഞങ്ങൾ തിരിച്ചു അങ്ങയുടെ സ്വർഗീയ അവിടുന്ന് അങ്ങയോടും പരിശുദ്ധാത്മാവിനോടും കൂടെ എന്നേക്കും ദൈവമായി ജീവിച്ചു വാഴുന്നല്ലോ. നമ്മുടെ ദൈവത്തിനും എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ശക്തിയും ബലവും ഉണ്ടായിരിക്കട്ടെ. വിശ്വാസമുള്ള ഹൃദയത്തോടെ കർത്താവിന്റെ ആശീർവാദം സ്വീകരിപ്പിക്കും. സകല ബുദ്ധിയെ കവിയുന്ന ദൈവസമാധാനം ദൈവത്തെയും അവിടുത്തെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ ഇടയിലുണ്ടായി ഇപ്പോഴും എപ്പോഴും എന്നേക്കും കൂടെ ഇരിക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടട്ടെ. ഈ പുതിയ വർഷ ആരാധനയിൽ സംബന്ധിച്ച എല്ലാവരോടുമുള്ള ദൈവസ്നേഹത്തെ അറിയിക്കുന്നു. അനുഗ്രഹവും സന്തോഷവും സമാധാനമുള്ള ഒരു നല്ല വർഷം ദൈവം എല്ലാവർക്കും നൽകട്ടെ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ച് ദൈവം നമ്മെല്ലാവരെയും വഴി നടത്തട്ടെ എന്ന് ആശംസിക്കുന്നു. നാളെ ഉടമ്പടി ഞായറാഴ്ചയുള്ള കവന സഭയാണല്ലോ. രാവിലെ 10 മണിക്കാണ് നമ്മുടെ ദേവാലയത്തിലെ വിശുദ്ധ കുർബാന. ഈ ആരാധനയിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹമുള്ള ഒരാഴ്ച നേരുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ച് വഴി നടത്തുന്നു. താങ്ക് യു. സമാപന കീർത്തനം 198 ആദ്യത്തെ മാസം സോങ് നമ്പർ 19.
നീ വിശ്വസിക്കേണ്ടിൽ ഓരോ ആയുസിൻ കാലത്തിൽ ആകാശം ഒഴിഞ്ഞു പോകില്ലു ദൈവമായ കർത്താവേ, ഏഴകളായ ഞങ്ങൾ ഈ പുതിയ ദിനം കാണുവാൻ, ഈ ദിവസത്തിന്റെ നന്മകൾ അനുഭവിക്കുവാൻ ഞങ്ങളെയൊക്കെ നിലനിർത്തിയിരിക്കുന്ന കൃപകൾക്കായി സ്തുതി. ഇന്നലെ രാത്രിയില് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ വചനം ഞങ്ങൾ വായിച്ചു. കർത്താവേ, നീ ഒരു ശേഷിപ്പ് അവശേഷിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ സ്വതവും ഗൊമോറ പോലെ നശിച്ചു പോകുമായിരുന്നു. കർത്താവേ, നീ ഒരു ശേഷിപ്പ്, ഒരു നിലനിൽപ്പ് ഞങ്ങൾക്കൊക്കെ നൽകി ഞങ്ങളെ നിലനിർത്തിയിരിക്കുന്ന നിന്റെ സ്നേഹത്തിനായ സ്തോത്രം. കർത്താവേ, നീ എന്താണോ ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, കർത്താവേ, ആ പ്രതീക്ഷകൾ നിറവേറ്റുന്ന വർഷമാണ്. ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്ന വർഷമാണ്. കർത്താവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോട് സമൂഹത്തോടുള്ള ഞങ്ങളുടെ കടമകൾ നിർവഹിക്കുന്ന വർഷമാക്കി വർഷത്തെ അനുഗ്രഹിക്കണം. ദൈവമേ, പല ആശയങ്ങള് ആഗ്രഹങ്ങളൊക്കെ മുമ്പിലുണ്ട്. അതെല്ലാം യേശുവിന്റെ കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുക. ഞങ്ങൾക്ക് ജീവൻ തന്നത് അവിടുന്ന്, മാതാപിതാക്കള്, സഹോദരങ്ങള്, പ്രിയപ്പെട്ടവരെല്ലാം അവിടുന്നാണ്. ഞങ്ങളുടെ ജീവന്റെ ഉറവിടമാണ്. എല്ലാം കർത്താവ്. പല കാര്യങ്ങളും പല ലക്ഷ്യങ്ങളും ഞങ്ങളുടെ മുൻപിലുണ്ടാകുമ്പോൾ അതെല്ലാം ഞങ്ങളുടെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുമ്പോൾ ഒരിക്കലും നിരാശപ്പെടുവാൻ ഇടയാകട്ടെ. ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ഏറ്റവും ബെസ്റ്റ് അത് അവിടുന്ന് അറിയുന്നുണ്ട്. അത് തന്നെ തുറന്ന് ഞങ്ങളെ മാനിക്കണം. കർത്താവി ആരാധനയെ സംബന്ധിച്ച് എല്ലാ മക്കളെ പുതിയൊരു തീരുമാനം കർത്താവിന്റെ സാക്ഷ്യത്തോടെ ഭവനങ്ങളിലേക്ക് മടക്കി കർത്താവ് ഒരുക്കുന്ന രക്ഷ കണ്ട്, കർത്താവെ നീ ഒരുക്കുന്ന അത്ഭുതങ്ങൾ കണ്ട് അവർ സന്തോഷിപ്പാണ്. ദൈവത്തെ കർത്താവെ കൂടുതലായിട്ട് സാക്ഷിക്കാൻ അവരെ സഹായിക്കും. കർത്താവെ, ഞങ്ങളുടെ രണ്ട് സഭകളെ, കുടുംബങ്ങളെല്ലാം യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, എല്ലാ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കും. ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നവരെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഇടയിൽ ആരെങ്കിലും രോഗാവസ്ഥ, മാനസികമായ ഭാരത്താലോ ഈ ആരാധനയെ സംബന്ധിക്കുന്നുണ്ടെങ്കിൽ ദൈവമായ കർത്താവ് അവരെ സന്ദർശിക്കുകയും ദൈവം അവരെ വിടുവിക്കുകയും ദൈവകൃപ കൊണ്ട് അവരെ നിറയ്ക്കുകയും ചെയ്യണം. നാഥ, ലോകം മുഴുവനും ദൈവകരങ്ങളിലെ ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. നേരിടുന്ന പ്രയാസങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവെ, നീ തന്നെ ഒരു ശാശ്വതമായ പരിഹാരം അവിടുന്ന് നൽകി ലോകത്തെ അവിടുന്ന്
രക്ഷിക്കണമേ, വീണ്ടെടുക്കണമേ എന്ന് വിനയത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കും. കർത്താവായ ദൈവമേ, നാളത്തെ ആരാധനയും ദൈവകാരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് കർത്താവ് വന്ന് നിന്നെ ആരാധിക്കുവാൻ, നിന്റെ നാമം ഉയർത്തുവാൻ ഞങ്ങളെ സഹായിക്കണം. കർത്താവിന്റെ നന്മകൾ ഞങ്ങളോട് കൂടി ഈ വർഷം ഞങ്ങളെ അനുഗ്രഹിച്ച് പരിപാലിക്കണം. കർത്താവെ, നീ നൽകുന്ന നന്മകള് മറ്റുള്ളവരോട് സാക്ഷിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. അനേകരത് കണ്ട് ദൈവത്തെ വിശ്വസിപ്പാനുള്ള നന്മയ്ക്കുള്ള അടയാളമാക്കി കൃപയാ യേശു മെസ്സിയ പോലെ താഴ്മയായി ഞങ്ങൾ പ്രാർത്ഥിക്കും. ദൈവത്തോട് കേൾക്കാം. നല്ല പിതാവേ, കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ ആരാധന ഇവിടെ പൂർണ്ണമാകുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും പുതിയ വർഷ ആശംസകൾ.